ഹലോ, നമ്മളപ്പോൾ ഇന്ന് എങ്ങോട്ടാ പോണെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ ഇങ്ങനെ ചുമ്മാ ഇത് കഴിഞ്ഞപ്പോൾ 2 കിടാങ്ങളെയും കൂടെ പെടുത്തിയിട്ടുണ്ട്. അത് കടാ കണ കണ 2 പേരെ കൂടെ പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളപ്പോൾ ഇന്ന് ഏതോ ഒരു സ്ഥലത്ത് മിലിറ്ററി ഗെയിംസ് എവിടെയോ ആണ്. ഞാൻ ഇങ്ങനെ എന്നെങ്ങോട്ടാണ് ഇങ്ങനെ പോണേന്ന് ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ ഇരുന്ന് ഇവരുണ്ടല്ലോ ഇവനെനിക്ക് ഏതോ ഒരു മാപ്പിൽ നിന്ന് ഏതോ ഒരു സ്ഥലം എനിക്ക് സെൻഡ് ചെയ്തു. എന്നാ പിന്നെ ഞാൻ ആലോചിച്ചു, എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോയേക്കാം. സോ ഗൈസ്, ഞാനിങ്ങനെ ഇപ്പോൾ വണ്ടിയിൽ ഇന്ധനമില്ല, എന്നാൽ കുറച്ച് ഇന്ധനം അടിച്ചേക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ തന്നെ ഇതൊക്കെ ചെയ്യണം, വേറെ ആരും ചെയ്യാനില്ല. ഇവിടെ കൊച്ച് ചോദിച്ചു നമ്മൾ എങ്ങോട്ടാ പോണേന്ന്. ഞാൻ എന്ത് പറയണം, എനിക്കറിയാൻ പാടില്ല എങ്ങോട്ടാന്ന്. നമ്മൾ ചുമ്മാ അങ്ങ് പോവാണ്. ഹലോ 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 നമ്മൾ പറഞ്ഞ ഏതായിരുന്നു സ്ഥലം ഞാൻ കാണിച്ചു തരാം. ഏതോ ഒരു വാലി പാർക്ക് നല്ലതാണെന്ന് ഫെസ്റ്റസ് ഫെലിക്സ് പറഞ്ഞു. അപ്പോൾ പിന്നെ നമുക്ക് വന്നേക്കാം എന്ന് വിചാരിച്ചു. ഞാൻ ഇതൊന്ന് കാണിച്ചു തരാം. എന്താടാ, ഇതിവിടെയാണ് ഉള്ളത്. അവൻ എന്തോ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഏതോ കാട്ടിലേക്കൊക്കെ കൊണ്ടുപോണ്ട്. അപ്പോൾ ഞാൻ രാവിലെ എണീച്ചിട്ടേ എനിക്കൊരു സാധനം എല്ലാത്തിനും അങ്ങ് മൂളുണ്ടോ. ഞാൻ ഇവിടെ പറഞ്ഞ അപ്പോൾ ഞാൻ രാവിലെ എണീച്ചിട്ട് ഒന്നും കഴിച്ചില്ല. ഞാൻ മറ്റേ ആഫ്രിക്കൻ ഏത്തപ്പഴം ഉണ്ടല്ലോ, അത് ഒരെണ്ണം കഴിച്ചുള്ളൂ. അത് ഞാൻ ഒന്നും കഴിച്ചില്ല. അതുകൊണ്ട് ഞാൻ മഞ്ഞ വഴിക്ക് ഒരു പ്രോട്ടീൻ ബാറും പിന്നെ കുറച്ച് ക്രോസൻ്റ്. ഇയാളെങ്ങനെ ഇവിടെ എത്തിയേ? അപ്പോൾ അങ്ങോട്ടൊന്നും പറഞ്ഞു പോയിട്ട് ഏതോ കാട്ടിലേക്കൊക്കെ വിളിച്ചോണ്ട് കൊണ്ടു. അത് മാത്രമേ കഴിച്ചിട്ടുള്ളൂ ഞാൻ. അതുകൊണ്ട് ഞാൻ ഒന്നും കഴിച്ചോണ്ടിരിക്കാം. എങ്ങോട്ടാ മോനെ ഇത് വിളിച്ചോണ്ട് പോണേ? മദാമയോ കപ്പയോ ആർക്കറിയാം. ഇതൊക്കെ ഏതാ സ്ഥലം എന്നും കൂടെ എനിക്കറിയാം. ഇത് ഏതാ ഇത്? നല്ല സ്പോട്ടാന്ന് പറയപ്പെടുന്നു. നല്ല രസമുണ്ട് വൈബ്. എത്ര ഉള്ളോ? ഇത് കാണാനാണോ വന്നേ? എല്ലാവരും കണ്ടോ? വെച്ച തന്നെ കാണിക്കാൻ വിടുന്ന ഇത് നല്ല രസമല്ലേ, വൈബില്ലേ? എന്നാ പോയേക്കാന്ന് കണ്ടു. ദേ പോയി, ദേ അങ്ങോട്ട് പോണു. വേറെ എന്തൊക്കെയോ ഉണ്ടെന്ന്. ഇത് സ്കോട്ട്ലൻഡ് പോയപ്പോഴും പുള്ളി ഇങ്ങനെ തന്നെയായിരുന്നു. പുള്ളി സ്ഥലം കാണിച്ചു തരാമെന്ന് പറഞ്ഞ കൂട്ടോ സ്ഥലത്തിൻ്റെ മുമ്പിൽ വണ്ടി നിർത്തിട്ട് പുള്ളി കാണിച്ചു തരും. ദേ ഇതാണ് സ്ഥലം എന്ന് പറഞ്ഞങ്ങ് വിട്ടിട്ട് ബാക്കി പൊക്കോന്ന് പറയും. ഇതെന്നാടാ ഇതിൻ്റെ അകത്തേക്കൊക്കെ പോണേ? ഇവനേത് ഈ കാട്ടിലേക്കൊക്കെ? സത്യം പറ, നീ മുമ്പിൽ കാട്ടി വന്നിട്ടില്ലേ? ആർക്കറിയാം, എന്തൊക്കെയോ ഉണ്ട് ഇവിടെ. ഇവനേതോ എടാ ഇതല്ല മറ്റേ റോഡ് ഊള്. എടാ ഈ പൊട്ടനുണ്ടല്ലോ അപ്പുറത്തേക്കടെ നേരെ പോയ എത്തുന്ന റോട്ടിലേക്ക് അതിനൊരു ത്രില്ലില്ല എന്ന് പറഞ്ഞ് ഈ കാട് വഴിയൊക്കെ കയറ്റിക്കൊണ്ട് വന്നു. നിങ്ങളിത് കാണണം. ദേ ഈ വഴിക്കിടെയൊക്കെ കയറി ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഈ മതിലൊക്കെ പൊളിഞ്ഞിട്ടാണ് എൻ്റെ കച്ചട സെയിം റോട്ടിലേക്ക് വന്ന് ചാടിയേക്കുന്നത്. എന്താന്ന് നോക്കണേ. എന്തോ ട്വിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. പുറത്തുതന്നെ മാറിക്കിടി. ഇവിടെ വണ്ടി അലൗഡല്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പം ഇവിടെ വണ്ടി അലൗഡല്ലെന്ന് അവിടെ എഴുതി വെച്ചിട്ട് ഇതൊക്കെ ഇത് ഈ അമ്മച്ചിക്ക് എന്തും കാണിക്കാവോ? ചിലപ്പോൾ ഇവിടെ താമസിക്കുന്ന ആൾക്കാരായിരിക്കും, ഇവർക്ക് കുഴപ്പമില്ലായിരിക്കും. പാവം പിടിച്ചാൽ നമുക്കായിരിക്കും വണ്ടി എടുക്കാൻ പറ്റില്ല. അങ്ങോട്ട് എന്തോ സെറ്റപ്പുണ്ട്, ട്വിസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഈ വാലി പാർക്കിലേക്ക് വിളിച്ചുകൊണ്ട് വന്നു. ഞാനിങ്ങനെ നേരത്തെ എന്തോ വന്നേക്കും പോലെയൊക്കെ തള്ളി വിടണേ. എന്നാണ്ട് ഗൂഗിൾ മാപ്പ് വഴി ഇത് മൊത്തം കണ്ടിട്ടുണ്ട്. എന്നിട്ടാണ് ഇമ്മാതിരി തള്ളൊക്കെ. ഏതോ ഒരു പാർക്ക് 2 ഡോഗിനെ വാക്ക് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. ഏത് ഒരു പട്ടി കടിച്ച് 6000 പൗണ്ട് കിട്ടുന്നു. ഇതും പുള്ളി ഇൻവെസ്റ്റിഗേഷനൊക്കെ നടത്തി. എനിക്ക് തോന്നുന്നല്ലോ അവിടെ ഒരു 3 അത് വേറൊരു പോയിന്റ്. അവിടെ ഒരു 3 പട്ടികൾ ഓടിപ്പാഞ്ഞ് നടപ്പുണ്ട്. പുള്ളി 6000 പൗണ്ട് ഉണ്ടാക്കാനുള്ള വഴി നോക്കണമെന്നായിരിക്കും അവിടെ. ഒരെണ്ണമാണ് ഇങ്ങോട്ട് ഓടിപ്പാഞ്ഞ് വരുന്നുണ്ട്. ഇപ്പം പോയി ആ പട്ടിയുടെ കടി മേടിച്ചിട്ട് 6000 പൗണ്ട് ഉണ്ടാക്കടാ. അങ്ങനെ 6000 പൗണ്ട് കിട്ടാല. വെറുതെയാ, തോന്നണയാ. സാക്ഷി പറഞ്ഞാൽ കിട്ടുന്ന 2 സാക്ഷികളുണ്ട്. നീ പോയി അതിൻ്റെ വായിൽ വിരലിട്ട് നോക്ക്, കടിക്കുമെന്ന്. പിന്നെ ഇവിടുത്തെ
ഇപ്പം നമ്മൾ ഡോഗിനെ ഓൺ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവരെന്തോ അല്ലെ എന്നാ ഇൻഷുറൻസോ അങ്ങനെ എന്തൊക്കെ എടുക്കണം വേണ്ടേ? അങ്ങനെ എന്തോ ഇൻഷുറൻസ് എന്തോ ഇൻഷുറൻസ് ലൈസൻസ് ഒക്കെ എടുക്കണം എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ പിന്നെ ഈ ഡോഗിനെ നിർബന്ധമായിട്ടും ഇവർ ഇത്രയും സമയം വാക്ക് ചെയ്യാൻ കൊണ്ടുപോകണം എന്നൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ അവർ ഫ്രസ്ട്രേറ്റഡ് ആയി ചുമ്മാ കാണുന്നവരെയൊക്കെ ഭയങ്കര കടിച്ചു പറിക്കുകയൊക്കെ ചെയ്യും. എന്തോ കടിച്ചു പറിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് വാക്കിനൊക്കെ കൊണ്ടുപോകണം എന്നൊക്കെയാണ് ഇവിടുത്തെ റൂൾ ബുക്കിലുള്ളത്. പട്ടീനെയും പൂച്ചേനെയും കുറിച്ചൊക്കെ ഇവിടെ ചോദിച്ചാൽ ഇവിടെ പറഞ്ഞു തരും. ഇവിടെയാണ് പട്ടീനും പൂച്ചയുടെ ആള്. നമുക്ക് ഇതിനെ കുറിച്ചൊന്നും ഏതിന് ട്രെയിനിങ്ങിന് ബെൽറ്റോ? ഏത് പട്ടിക്കുണ്ടോ ബ്ലാക്ക് ബെൽറ്റും ബ്രൗൺ ബെൽറ്റും? അല്ല അങ്ങനെയല്ല, ഡേഞ്ചർ ആണോ അല്ലെന്ന് അറിയില്ല. ഇപ്പൊ റെഡ് ബെൽറ്റ് ആണ് ഇട്ടേക്കണെങ്കിൽ ഭീകരനാണോ? അങ്ങനെയൊക്കെ ഉണ്ട്, കടിക്കാൻ ചാൻസ് ഉണ്ട്. ഗ്രീൻ ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. നോർമൽ ലൈക്ക് ചിലപ്പോ മേ ബി ഇതിന് ബെൽറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. എന്തൊക്കെ സെറ്റപ്പാന്ന് നോക്കി. മനുഷ്യന്മാർക്കും ഇതേപോലത്തെ ഒക്കെ കുറച്ച് വേണമെന്നായിരുന്നു. ആരൊക്കെയാ ഭീകരന്മാര്, ആരൊക്കെയാ പ്രശ്നക്കാരെന്നൊന്നും അറിയാലോ അല്ലേ? ഇവൻ എൻ്റെ പൊന്നളിയാ. ഇവൻ നമ്മളെ കൊണ്ട് ഓടിപ്പോയി ആ സ്ഥലത്ത് നിന്നിട്ട് ഇതാണ് സ്ഥലം, അടുത്ത സ്ഥലത്ത് പോവാം എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്ന സ്ഥലം. ഇത് എന്ത് സ്ഥലമാണെന്നും കൂടെ എനിക്കറിയാൻ പാടില്ല. എക്സ്പ്ലെയിൻ. ഇത് കൂട്ടിയിട്ടേക്കാണോ? മലയാടാനൊക്കെ അറിയാം കേട്ടോ കൊച്ചിന്. ഞാനിത് എനിക്ക് തോന്നണുണ്ടല്ലോ എടി, ഇത് അപ്പുറത്തെ വഴി നേരെ വന്നാണ് നീ മതിലൊന്നും ചാടാതെ ഇവിടെ എത്താറുന്നു. ഇവനുണ്ടല്ലോ ഇപ്പം വിളിച്ചുകൊണ്ട് നീ മതിലെ അടിച്ചാ. നദി എന്താന്ന് എനിക്കറിയോ? നദീന്നൊക്കെ ആ നദി ഞാൻ കാണിച്ചു തരാം. ആ നദി നിങ്ങൾ കാണണം. കാണ്, ഇതാണ് അവൻ പറഞ്ഞ നദി. ഇവിടെയുള്ള ബാക്കിയുള്ള ലോക്കൊക്കെ ബാക്കിയുള്ള ബൂട്ടാണെന്നുണ്ടെങ്കിൽ വീട്ടിലെ മറ്റേ സൈസ് ബൂട്ടാണെന്നുണ്ടെങ്കിൽ പട്ടിയും പൂച്ചയൊക്കെ വന്ന് കടിച്ചു തുറന്നിട്ട് പോയി. ആരോ ഡൊണേറ്റ് ചെയ്താണ്. ആരാന്ന് പറയാൻ പാടില്ല. ഏതൊരു ചെന്നായി 2016 വരെ ജീവനോടെ ഉണ്ടായിരുന്നുള്ളൂ. ശരി സാർ, പുള്ളിനെ അടക്കിയേക്കണ എവിടെയാണല്ലോ ബോളിലൊക്കെ ഇരിക്കാൻ. കുഴപ്പമില്ല, നല്ല മെനുണ്ട്. വെള്ളമൊക്കെ കുഴപ്പമൊന്നുമില്ല, എത്ര അലമ്പൊന്നുമില്ല. ഇന്നിപ്പോൾ കമ്പനിക്ക് വർത്താനം പറയാൻ ആരിലൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ തന്നെ കലകലാന്ന് പറഞ്ഞിട്ടുണ്ടാവും. തന്നെ ഇതിപ്പോൾ പറയാൻ കുറച്ച് പേരുണ്ട്, അവരെന്തെങ്കിലും പറഞ്ഞോളും. എൻ്റെ വായിക്ക് ഒരു ചെറിയ ആശ്വാസം കിട്ടും അല്ലേ? പിന്നെ ഉണ്ടല്ലോ ഇന്ന് രാവിലെ 4 മണിയായപ്പോൾ നമ്മുടെ ഒരു ചങ്ക് കൂട്ടുകാരൻ എനിക്ക് എൻ്റെ അടുത്തേക്ക് വിളിച്ചേക്കോ. രാവിലെ എനിക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊരു വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ട് അവൻ ചോദിക്കുക, അടിയാ എന്നാ പറ്റിയേ എന്ന് ചോദിച്ചു. ഞാൻ അതിന് റെസ്പോണ്ട് ചെയ്യാത്തതുകൊണ്ടാന്ന് തോന്നുന്നു. അവൻ അപ്പം തന്നെ എന്നെ വിളിച്ച് രാവിലെ, ഇവിടെ 4 മണിയായിട്ടുള്ളൂ, നാട്ടിൽ നിന്ന് വിളിച്ചാൽ രാവിലെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത്, അടിയാ എന്നാ ഉണ്ട്, എന്നാ പറ്റിയേ, എന്നാ പ്രശ്നം എന്നാ എന്നൊക്കെ ചോദിച്ച് എൻ്റെ അടുത്ത് കുറേ നേരം സംസാരിച്ചു. ഞാൻ പറഞ്ഞു പ്രശ്നമൊന്നുമില്ല. എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ അന്നേരം പറഞ്ഞു, ഇപ്പോൾ എല്ലാവരും എൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചപ്പോഴും ചോദിച്ചു. ഞാൻ ഇങ്ങനെ വീട്ടിലേക്ക് അങ്ങോട്ട് ഞാൻ പറഞ്ഞു, എല്ലാവരും ഇങ്ങനെ എനിക്ക് ഭ്രാന്തായോ എന്ന് ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞങ്ങൾക്കും ഉണ്ട് അങ്ങനെ ഒരു തോന്നൽ, ഇവനൊക്കെ എന്നാ പറ്റിയേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ. അതൊക്കെ അങ്ങനെയാണ് ജീവിതത്തിൽ. വലിയ വലിയ കാര്യങ്ങൾ നമ്മളിങ്ങനെ പെട്ടെന്ന് ജീവിതത്തിൽ പല കാര്യങ്ങളും ഷടേന്ന് സംഭവിക്കും. ക്വിക്കായിട്ടാണ് എല്ലാം സംഭവിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിച്ചതുപോലെയാണോ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവങ്ങൾ നടക്കുന്നത്? അല്ല, എല്ലാവരുടെ ജീവിതത്തിൽ അങ്ങനെയാണ്. ഓൾമോസ്റ്റ് എല്ലാവരുടെയും എന്ന് പറയില്ല. പക്ഷെ പൃഥ്വിരാജൊക്കെ അങ്ങനെയൊന്നുമല്ല. പൃഥ്വിരാജിനെ പോലുള്ള വലിയ വിഷനൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരൊരു വിഷൻ ഇങ്ങനെ റോഡിങ്ങനെ വരച്ചിട്ടിട്ട് ആ റോഡ് വഴി അവരിങ്ങനെ അതിലെത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ ഇങ്ങനെ ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത്
അങ്ങോട്ട് ബാക്കിയുള്ളവരുടെ നോർമൽ പീപ്പിൾ, നമ്മളെപ്പോലുള്ള നോർമൽ ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ ഇതൊന്നും ഡീറ്റെയിലിൽ ഇതൊന്നും കാണത്തില്ല. ഫ്യൂച്ചർ ചിലപ്പോൾ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നൊന്നും പറ്റില്ല. ആഹാ, അങ്ങനെ അത്ര ഡീറ്റെയിൽഡ് വിഷനൊന്നും കാണത്തില്ല. ചിലപ്പോൾ പെട്ടെന്ന് സഡനായിട്ടായിരിക്കും ഓരോന്നും അങ്ങനെ സംഭവിക്കുന്നത്. അങ്ങനെ ഓരോന്നും സംഭവിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു എന്താണോ സംഭവിക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ ലൈഫ് നമ്മളങ്ങനെ മൂവ് ഓൺ ആക്കും. ഞാൻ വെറുതെ എൻ്റെ ലൈഫ് ഞാനൊന്ന് ഇതായിട്ട് ലോഗായിട്ട് ഇത് ചെയ്തിട്ട് എൻ്റെ ലൈഫ് ഒന്ന് വീഡിയോ ലോഗാക്കിയിട്ട് ചുമ്മാ അതങ്ങ് പോസ്റ്റ് ചെയ്തിട്ടേക്കാം എന്ന് വിചാരിച്ചു. സ്റ്റോറേജ് ഇഷ്യൂ ഉണ്ടെന്ന്. സ്റ്റോറേജ് എൻ്റെ ഫോണിൽ നിന്ന് നിറഞ്ഞു പോവാം. ഒരു 256 GB നിറഞ്ഞിട്ട് ഞാനത് മാറ്റിയിട്ട് ഒരു 1 TB എടുത്ത് ഇപ്പം അതും ഓൾമോസ്റ്റ് നിറയാറായി. അമ്മാതിരി വീഡിയോസ് ആൻഡ് ഫോട്ടോസാണ് ഞാൻ എൻ്റെ ഫോണിൽ എടുക്കുന്നത്. സോ എടുക്കുന്നത് ഞാൻ മാത്രം കണ്ടിട്ട് കാര്യമില്ലല്ലോ, ആരെങ്കിലുമൊക്കെ കാണിട്ട് നിങ്ങളൊക്കെ കാണും, എല്ലാവരും കാണും, ഹാപ്പി ആവും. കമോൺ. കൊച്ചു കുറേ നേരമായി എന്തെടുത്ത് എന്തോ പറയുന്നു. എന്നാപ്പാ കൊച്ചു പറ. മേൽക്കൂര അവിടെ എന്നാ എന്ത് മനസ്സിലായില്ല. ഓ അതങ്ങ് ദൂരെ ഈ കൊച്ചുണ്ടല്ലോ, ഇത്തിരി അട്ട വെച്ച് സൂം ചെയ്താന്ന് തോന്നുന്നു കേട്ടോ. ഇതാണ് ആ കൊച്ചു പറഞ്ഞ സംഭവം. എന്തോ സ്തൂപങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പോലെ അടുത്ത വീഡിയോയിലും ഉണ്ട്, ബാക്കി കാണും.